ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതുവരെ ഓൺ ദ വോയിസിൽ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അസ്മ, 3 കുട്ടികളുടെ ഉമ്മയാണ്. പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ്. അത് 11 വർഷം മുന്നെയാണ് പഠിച്ചത്. ഇവിടെ കൂടുതൽ വർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് വീട്ടിലെ ജോലി, കുട്ടികളെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അധികം വർക്ക് ഇറങ്ങിയിട്ടില്ല. വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് കുറവാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും ചെയ്ത വർക്ക് മറന്നു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തന്നെ തുടങ്ങിയത്. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഒന്നും കൂടി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നുള്ളത് കൊണ്ട്. ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ പോയത് പെരുന്നാൾക്ക് എനിക്കും കുട്ടിക്കും ഡ്രസ്സ് തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് കട്ട് പീസുകൾ എടുത്തു പോന്നു. കട്ട് പീസുകൾ എടുത്തിട്ട് അത് നമുക്ക് സ്വന്തമായിട്ട് ഓരോ മോഡലുകൾ സ്റ്റിച്ച് ചെയ്തെങ്ങാണ്ട് പെരുന്നാൾക്ക് ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ്, അടുത്തുള്ള കുട്ടികൾക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് കട്ട് പീസ് എടുത്ത് പഠിച്ചത് മറക്കാതിരിക്കാനും വീഡിയോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ കട്ട് പീസിന് 40-50 രൂപ വിലയാണ് വരുന്നത്. എന്നാലും നല്ല ക്ലോത്താണ്. ഞാൻ ചെയ്യുന്ന മോഡലിൻ്റെ സെയിം ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നീട് ചെയ്ത് കൊടുക്കാനും, ഇതിലത്തെ മോഡലുകൾ കണ്ടിട്ട് ഇപ്പോൾ ഡ്രസ് കോഡ് ചെയ്യണോലുണ്ട്, സ്കൂളിൽ കോഡായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലും കൂടിയാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ സ്ത്രീകളെയും പോലെ പഠനത്തിനും ജോലിക്കും പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിലൊക്കെ വളരെ പിന്നോട്ട് പോകാൻ തോന്നിയപ്പോൾ യൂട്യൂബിൽ ഞാൻ ചെയ്ത ജോലി ഒന്നും കൂടി മെച്ചപ്പെടുത്താനും ജോലിയിൽ വർക്കുകൾ കിട്ടാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഫ്രെയിം വർക്കുകളൊക്കെ മോഡലുകൾ കണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി യൂട്യൂബിൽ കൂടിയാണ് എല്ലാവരും വർക്കുകൾ അധികം കിട്ടണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മളിപ്പോൾ ഉള്ളിലിരുന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, പുറത്തൊക്കെ കാണിക്കാനുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് പുറത്തേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വർക്കുകൾ ചെയ്തിടൽ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ അധികം വർക്ക് ആർക്കും അങ്ങനെ കിട്ടൂല, കാരണം എല്ലാവരും വീട്ടിൽ അത്യാവശ്യം മെഷീനുണ്ട്. പിന്നെ എല്ലാവരും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ നമുക്കിവിടെ അധികം വർക്ക് കിട്ടൂല. ഞാൻ വെറുതെ സാധാ മെറിറ്റിൻ്റെ മെഷീനല്ലേ, ചവിട്ടി തുന്നണ മെഷീനമ്മ ചവിട്ടി അങ്ങനെ നമ്മൾ അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്കുള്ളത് തുന്നും. അപ്പോൾ അതിന് നമുക്കൊരു മെച്ചമൊന്നും കിട്ടുന്നുണ്ടാവില്ലല്ലോ. തുന്നാണ്ട് ഇരുന്നിരുന്ന് നമ്മൾ തുന്നലുമെന്നുള്ള കണക്ഷൻ തന്നെ വിട്ടുപോകുന്നു. നമ്മൾ പഠിച്ച കാര്യം മറന്നു പോകുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമ്മാനം എന്നുള്ള രീതിയിൽ കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനൊക്കെ സമ്മാനം എന്നുള്ള രീതിയിൽ കൊടുത്താലും അവർക്കതൊരു ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മൾ പഠിച്ചത് നമുക്ക് മറക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലാണ്. നമ്മളിത് അധികം സാമ്പത്തികം എന്നുള്ളെങ്കിലും നമ്മൾ പെരുന്നാൾക്ക് എടുക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ കുറച്ച് അതിനൊരു 10-300 രൂപ മാറ്റി വെച്ചാലും നമുക്കത് വീഡിയോ ചെയ്യാനൊക്കെ പിന്നെ ആർക്കെങ്കിലും കണ്ടിട്ട് വേണമെന്ന് പറയണമെങ്കിൽ ചെയ്ത് കൊടുക്കാനും നമ്മളിത് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് ഇതൊന്നും ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമായി പോകും. ടൈമില്ലാത്തതുകൊണ്ടും മക്കളെ കാര്യം, വീട്ടിലത്തെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും. നമ്മളിപ്പോൾ സ്വന്തം ജോലിക്ക് പോലും പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥയിൽ ജോലി മറന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടും. നമ്മളൊരു ഫ്രെയിം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഇത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവുകയും ചെയ്തു, നമുക്കത് പിന്നീട് ഒരു ഉപകാരപ്പെടുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാനങ്ങനെ ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ട് പെരുന്നാൾക്ക്. അല്ലാതെ നമുക്കതുമ്പോൾ ലാഭം ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ല. ലാഭം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, ഓലക്ക് സന്തോഷം തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു കാര്യമുള്ള ഇതല്ലേ. വേറുള്ളവരുടെ സന്തോഷം നമുക്ക് അത് നമ്മളെ മനസ്സിനും നമ്മളെ ജോലിക്കുമൊക്കെ പിന്നീട് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യണത്. ഇൻസ്റ്റാഗ്രാം പേജിൽ KL പാഷൻ എന്നാണ് അതിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഫ്രെയിമിൻ്റെ മോഡലുകൾ ഇട്ടിക്കണം. ആർക്കെങ്കിലും അങ്ങനത്തെ മോഡൽ ഡ്രസ്സിലോ ഫ്രെയിമിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. നല്ല നമ്മൾ ഓല് പറയുമ്പോൾ ഓലെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ലേ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉള്ള ടൈമിൽ വെച്ചിട്ട് നമ്മൾ പുറത്തൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ
നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കില്ല. നമ്മൾ പുറത്തൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ താൽക്കാലികം അങ്ങനെ കുറച്ച് മോഡലുകളും മറക്കാതെ ഇരിക്കാനും വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കണ രീതിയിലൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. വീട്ടിലെ കുട്ടികളെയും വീട്ടിലത്തെ ജോലിയും കഴിഞ്ഞ് കുറച്ച് ടൈം പഠിക്കാനും ഒക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈമുള്ളൂ ജോലി ചെയ്യാൻ കിട്ടുക. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുറച്ച് വർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കണേനും പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലുമാണ് ഇതിന് ഓർഡർ ചെയ്യാനുള്ള ഐഡിയ.